ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനെതിരെ ആഞ്ഞടിച്ച് നടി ഉർവശി. എന്തുകൊണ്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടല്ല എന്നും സഹനടനായ വിജയരാഘവനെയും സഹനടിയായി തന്നെയും തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്തെന്നും ഉർവശി ചോദിച്ചു. ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും, നിങ്ങൾ വാങ്ങിപ്പോയിക്കോണം എന്ന സമീപനം അംഗീകരിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ അർഹിക്കുന്ന പലർക്കും കിട്ടില്ല. തരുന്നത് സന്തോഷത്തോടെ വാങ്ങിപ്പോൻ, ഇത് പെൻഷൻ കാശല്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം അന്വേഷിച്ചിട്ട് പറയട്ടെ എന്ന് ഉർവശി പറഞ്ഞു. ഒരു അവാർഡ് എന്തിനു വേണ്ടി, അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ട കടമ ജൂറിക്കുണ്ടല്ലോ. അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയത് കൊടുക്കും, എല്ലാവരും വന്ന് വാങ്ങിക്കോണമെന്ന നിലപാട് ഇങ്ങനെ കാലത്തോളം തുടർന്നുപോയാൽ അർഹിക്കുന്ന പലർക്കും കിട്ടില്ല. എനിക്ക് പിന്നാലെ ഇനിയും പലരും വരും. എൻ്റെ കാര്യത്തിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നാലെ വരുന്നവർക്ക് എന്താണ് ആശ്വാസം? കുട്ടേട്ടൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും പെർഫോമൻസ് തമ്മിൽ അവർ കണക്കാക്കുന്നത് എന്താണ്? എന്ത് മാനദണ്ഡത്തിൽ ഏറ്റക്കുറച്ചിൽ കണ്ടു? ഇതെങ്ങനെ സഹനടനായി, അതെങ്ങനെ മികച്ച നടനായി? തീയെന്ന് പറഞ്ഞാൽ വാ പൊള്ളും എന്ന കാലം മാറണം. നികുതി കെട്ടിവെച്ചതിന് ഞങ്ങളൊക്കെ അഭിനയിക്കുന്നത്, അല്ലാതെ ചുമ്മാ വന്ന് അഭിനയിച്ചു പോകുന്നതല്ലല്ലോ. അത് അവർ വ്യക്തമാക്കണം. ആടുജീവിതം എന്ന സിനിമ പരാമർശിക്കാതെയും പോയി. എന്തുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പുരസ്കാരം കിട്ടിയില്ല? മികച്ച നടിക്ക് വേണ്ടി ജയ് ബേബി എന്നൊരു സിനിമ പോയിരുന്നു. അതൊന്നും ജൂറി കണ്ടില്ല പോലുമില്ല. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ നിൽക്കുകയല്ലേ, അദ്ദേഹം ചോദിച്ചിട്ട് ഉത്തരം പറയട്ടെ. ഞാൻ സംസാരിക്കുന്ന ഇനി വരാൻ ഉള്ളവർക്ക് വേണ്ടിയാണ്. ഇത്രയും പരിചയസമ്പത്തുള്ള താൻ അല്ലെങ്കിൽ ആര് ചോദിക്കും എന്നാണ് പലരും ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവാർഡ് നൽകിയെന്നതാണ്. കാരണം പറഞ്ഞാൽ മതി, ഞങ്ങൾ തൃപ്തരാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. ഇതിനകത്ത് വ്യക്തത വേണം. ഇക്കാര്യത്തിൽ അറിഞ്ഞിട്ടും മതി പുരസ്കാരം വാങ്ങുന്നത്. തരുന്നത് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പെൻഷൻ കാശൊന്നും അല്ലല്ലോ. ഇത്രയും കാലമായി സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. മികച്ച നടൻ, മികച്ച നടി എന്നിവയ്ക്ക് അവാർഡ് നൽകാനുള്ള മാനദണ്ഡം എന്താണ്? എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ഉർവശി ചോദിക്കുന്നു.